കോട്ടയത്ത് മെഡിക്കൽ കോളേജിലാണ് കെട്ടിട ഭാഗം തകർന്നു വീണത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഇത് പക്ഷേ ഉപയോഗയോഗ്യമായ ഇടമായിരുന്നില്ല എന്നാണ് നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും പ്രതികരിച്ചത്. പക്ഷേ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണത്തിൽ അങ്ങനെ പൂർണ്ണമായും മന്ത്രിമാരുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വാർഡ് പ്രവർത്തിച്ചിരുന്നു, നേരത്തെ ഒഴിപ്പിച്ചിരുന്നില്ല. ഈ അപകടം ഉണ്ടായതിനു ശേഷമാണ് അവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചത് എന്നതാണ്. അതായത് ഈ കെട്ടിടത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഭാഗമായി തന്നെ വാർഡ് പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ശുചിമുറി ഉൾപ്പെടുന്ന ഭാഗം ആണ് തകർന്നു വീണത്. നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അവിടേക്ക് എത്തുമ്പോൾ വലിയ വിമർശനമാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വാർഡ് പ്രവർത്തിച്ചിരുന്നു, രോഗികൾ ഉണ്ടായിരുന്നു എന്നത് ഡോക്ടർമാരും സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ആ സമയത്ത് ബാത്റൂം അടക്കം ശൗചാലയങ്ങളടക്കം ചിലർ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചത്. ഇപ്പോഴിതാ പരിസരത്ത് നിന്ന് ഈ കെട്ടിടാവശിഷ്ടങ്ങളടക്കം നീക്കം ചെയ്യുകയാണ്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും അവശിഷ്ടങ്ങൾ നീക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ ബലം സംബന്ധിച്ച്, അതായത് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുമ്പോൾ പോലും അപകട സാധ്യതയാണോ മുന്നിൽ കാണുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച ശേഷമാണ്, പരമാവധി ആളുകളെ മാറ്റി നിർത്തിയ ശേഷമാണ് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് അല്പസമയം മുമ്പ് തന്നെ 3 ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ട് ഈ നടപടികൾ ആരംഭിച്ചിരുന്നു. പക്ഷേ തുടക്കത്തിൽ ഒരല്പസമയം നിർത്തിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും ഇതിനുള്ളിൽ നിലവിൽ ഉള്ള കെട്ടിടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില സാധനങ്ങൾ മാറ്റുന്നുണ്ടായിരുന്നു. അത് ഫയർഫോഴ്സ് ജീവനക്കാരും മറ്റും ചേർന്ന് നിന്നുകൊണ്ടാണ് മാറ്റിയത്. അതുകൊണ്ടാണ് അത് മാറ്റിയത്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ ഡോക്ടർമാരുടെയൊക്കെ വാക്കുകൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡ് തന്നെയാണ് എന്നുള്ളതിൽ ഇതിൽ പ്രത്യേകിച്ച് ഇനിയൊരു വലിയ ചർച്ചയുടെ ആവശ്യമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഈ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ പോലും ഇനിയും ഇതിൽ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പൊതു നിഗമനം ഉള്ളത്. നിലവിൽ എന്തായാലും ഈ മഴയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സം വരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കനത്ത മഴയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. എന്തായാലും നിലവിൽ ഇത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അഭിലാഷ്. യെസ്, കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ആണ് തുടരുന്നത്. ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ആളുകളെ അടക്കമൊക്കെ തൊട്ട് കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം മുകളിലത്തെ നിലയിൽ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്, രോഗികളെ ഉൾപ്പെടെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒപ്പം ശ്രീത്ത്, പ്രതികൂലമായ കാലാവസ്ഥയാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? തീർച്ചയായും പ്രതികൂലമായ ഒരു കാലാവസ്ഥ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് കാണാനുള്ളത്. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അതല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ ആരും പെട്ടിട്ടില്ല എന്നുള്ള നിഗമനം തന്നെയാണ് ഈ അധികാരികൾക്ക് ഉള്ളത്. അത് മാത്രമല്ല, ഇത് നീക്കം ചെയ്യാൻ കാര്യമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതിനുള്ളിലേക്ക് ഹിറ്റാച്ചി ഒന്നും എത്താതെ ഇത് നീക്കം ചെയ്യുക എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഹിറ്റാച്ചി ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിലൂടെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. കൊണ്ടുവന്ന ശേഷമാണ് ഇത് പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഒരല്പം വൈകി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എത്രത്തോളം വൈകുന്നൊരു സാഹചര്യമാണ്. അതായത് ഈ രക്ഷാപ്രവർത്തനം പോലും നടത്താൻ കഴിയാത്തൊരു ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായി അവശേഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിന്റെ കെട്ടിട ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്ന ജോലികളാണ് ചെയ്യുന്നത്. 3 ഹിറ്റാച്ചികൾ
ഇവിടെയുണ്ട്. അതിൽ 2 എണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരെണ്ണം അങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് ഈ ബീം വലിച്ച്, ഈ ബീം കെട്ടിടത്തിന്റെ ഒരു ബീം തൂങ്ങിക്കിടപ്പുണ്ട്, അത് വലിച്ച് താഴേക്കിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ 3ഉം ഒരേ സമയം പലതരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ ഈ ഒരു പ്രവർത്തനം തുടരുകയാണ്. ഇത് അല്പസമയം തുടരും. ഏറെ ആശങ്കയുള്ളത് ഇത് ഇങ്ങനെ വലിച്ചു നീക്കുന്ന സമയത്ത് ഈ തൂങ്ങി നിൽക്കുന്ന കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ഇത് ചരിഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഇത് ക്ലിയർ ചെയ്യാത്തത് എന്നാണ് മുമ്പേ ചാണ്ടിയുമ്മനം MLA ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ച മറുപടി അതാണ്. എന്തായാലും ഒരു കാര്യമുള്ളത്, നിലവിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള വലിയ ശ്രമങ്ങൾ തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വളരെ വേഗത്തിൽ, അത്ര വേഗത്തിൽ അങ്ങനെ പുരോഗമിക്കാവുന്നതല്ല. ഒരുപാട് അവശിഷ്ടങ്ങളില്ല, പക്ഷേ ഇത് വളരെ സൂക്ഷിച്ച് മാത്രം നീക്കം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ നീക്കം ചെയ്യുമ്പോൾ മറ്റ് കെട്ടിടത്തിന്റെ ബാക്കി നിൽക്കുന്ന അവശിഷ്ട ഭാഗങ്ങളെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ PWD എഞ്ചിനീയർമാരുടെയൊക്കെ ഒരു അഭിപ്രായം കൂടി കേട്ട ശേഷമാണ്, അവരുടെ കൂടി നിർദ്ദേശാനുസരണമാണ് ഇങ്ങനൊരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവിടെ 3 ഹിറ്റാച്ചികൾ അതിൻ്റെ ജോലികൾ പുരോഗമിക്കുകയാണ്. ഒരു പരിധിവരെ വലിയൊരു രക്ഷാദൗത്യം എന്ന ഒരു തരത്തിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് എത്തിയാണ് ഇങ്ങനെ ഹിറ്റാച്ചികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കെട്ടിടത്തിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയ്ക്കുള്ളിലൂടെ എത്തി ഇത് പൊളിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവശിഷ്ടങ്ങൾ കാണാം. ഇതിനുള്ളിൽ ഫാന്, അങ്ങനെ പല സാധനങ്ങളും ഇതിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഒരേയൊരു ആഗ്രഹവും പ്രതീക്ഷയുമുള്ളത് ഇതിനുള്ളിൽ ഒരാളും ഇനിയും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ നിലവിൽ കഴിയുന്നത്. ആദ്യ ഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ, ഇതിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ അങ്ങനെ ആരുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നതാണ് ഒരു നിഗമനമായി ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നേരത്തെ ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനുള്ളിൽ നിന്ന് ആശുപത്രി ഉപകരണങ്ങൾ, വീൽ ചെയറുകൾ, സ്ട്രക്ചറുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും താഴേക്ക് വീഴാൻ പരുവത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കട്ടകൾ നീക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെയുള്ളത്. എന്തായാലും വലിയൊരു രക്ഷാദൗത്യം ഒരു പരിധിവരെ, ഈ രക്ഷാദൗത്യം എന്ന് പറഞ്ഞാൽ ഈ രക്ഷാദൗത്യം സാധ്യമാകാത്ത സ്ഥലത്ത് അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നു എന്നത് തന്നെ ആണ് എടുത്ത് പറയാനുള്ളത്. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഈ കെട്ടിടം നിർമ്മിച്ച കാലത്തുള്ള പ്രശ്നമായി തന്നെ വേണം അതിനെ കാണാൻ. ഒരുപക്ഷെ സൗകര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ചുറ്റിനും ഉള്ള തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ ഉൾഭാഗത്തൊരു അപകടം നടന്നാൽ, ഒരു തീപിടുത്തമുണ്ടായാൽ, കെട്ടിടം ഇടിഞ്ഞ് വീണാൽ എന്ത് ചെയ്യുമെന്ന വലിയ ചോദ്യമാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് ഉയരേണ്ടത്. നമ്മുടെ പുതിയ കെട്ടിടങ്ങൾ ഒരുപാട് സ്ഥലപരിമിതികളിലും ഒക്കെ നിന്നുകൊണ്ട് പലയിടത്തും പലതരത്തിലുള്ള, മെഡിക്കൽ കോളേജ് കെട്ടിടമെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു കെട്ടിടം എന്നുള്ളതല്ല, സർക്കാർ കെട്ടിടങ്ങളോ സ്വകാര്യ കെട്ടിടങ്ങളോ ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫയറിൻ്റെ NOC ലഭിക്കേണ്ടതുണ്ട്. ഇത് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അത്തരം ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് മുൻപുള്ള കാലത്ത് ഉണ്ടായൊരു കെട്ടിടമായിരിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ്. ഇത് പഴക്കമുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചില ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ കെട്ടിടങ്ങൾ ഇനി നിർമ്മിക്കുമ്പോൾ ഇതെങ്ങനെ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എങ്ങനെ വേണം, സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെ, ഇതെല്ലാം കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം, അതിലേക്ക് കൂടി കണ്ണ് തുറപ്പിക്കുന്ന ഒരു അപകടമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഒരു അപകടം മാറുകയാണ്. യെസ്, തീർച്ചയായും കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. അവിടെ ചില ഭാഗങ്ങളിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടച്ചിട്ടിരുന്നു എന്ന് പറയുമ്പോൾ പോലും ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വാർഡിലെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നത് എന്നതാണ് അങ്ങേയറ്റം ഗൗരവം. ഈ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിൽ മറ്റൊരു ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത് എങ്കിൽ തീർച്ചയായും ഇതായിരിക്കുമായിരുന്നില്ല അവസ്ഥ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡോക്ടർമാരുടെ പ്രതികരണവും
എടുത്തു പറയേണ്ടത്. ഡോക്ടർമാരുടെ പ്രതികരണമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് വാർഡ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. കെട്ടിടത്തിൻ്റെ ശുചിമുറിയുടെ ഒരു ഭാഗം മാത്രമാണ് തകർന്നു വീണത്. അതേസമയം മുകളിലത്തെ നിലകളിൽ അടക്കം ശുചിമുറികൾ ഓപ്പൺ ആയിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ശുചിമുറികളിൽ ഉണ്ടായിരുന്നവർക്കാകാം ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്ക് നിസ്സാരമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപകടം ഒരു പക്ഷേ ഈ നിലയിലായിരുന്നില്ല. ആ വാർഡ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്തേക്കായിരുന്നു ഈ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ തകർന്നു വീണത് എങ്കിൽ അപകടത്തിന്റെ സ്വഭാവം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്ന് തന്നെ നേരത്തെ മന്ത്രിമാർ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. അങ്ങനെ പൂർണ്ണമായും രോഗികളെയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും ഒന്നും പ്രവർത്തനമില്ലാതിരുന്ന ഒരു മേഖലയിലല്ല ഇപ്പോൾ ഈ അപകടം ഉണ്ടായത്.